السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ആധികാരികമായ ഗ്രന്ഥമായ ഖുർആൻ ഷരീഫിൻ്റെ അകപ്പൊരുൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും അങ്ങനെ ഉത്തമരായ അടിയാറുകളിൽ ഉൾപ്പെടാനും മുത്തഖീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലം കൈവരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ റബ്ബൽ ആലമീൻ. ആമീൻ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തനിക്ക് നുബുവത്ത് ലഭിച്ചതും ആ ലഭിച്ച സമയത്ത് തന്നെ ഫിർഔനിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കൽപ്പനയും അതനുസരിച്ച് ഫിർഔനിനെ സമീപിച്ചതും അങ്ങനെ ഫിർഔനുമായിട്ടുള്ള ഏറ്റുമുട്ടലുമാണ് ഇതുവരെ പറഞ്ഞത്. ഫിർഔൻ സിഹർ കൊണ്ട് മൂസാ നബിയെയും ഈ പ്രസ്ഥാനത്തെയും അടിച്ചമർത്താം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 70-ലധികം പ്രഗത്ഭരായ സാഹിറുകളെ വരുത്തുകയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്തിനെ അവിടെ പ്രകടമാക്കുകയും ഏറ്റുമുട്ടാൻ വന്ന മിടുമിടുക്കന്മാരായ സാഹിറുകളൊക്കെ ആയുധം വെച്ച് കീഴടങ്ങിയെന്ന് മാത്രമല്ല, അവര് സുജൂദിലായിട്ട് വീഴുകയും അവർ നല്ല ഉത്തമരായ വിശ്വാസികളായി തീരുകയും ചെയ്തു. 2 ഘട്ടമാണ് പറഞ്ഞത്. ഒന്ന് ഫിർഔനുമായി ദഅവയുടെ പ്രാരംഭം, രണ്ടാമത്തത് ഫിർഔനിന്റെ പരാജയത്തിന്റെ തുടക്കം. ഇതാണ് പറഞ്ഞത്. ഇനി ഫിർഔനിനെ ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുന്ന ഒരു സംഭവമാണ് ഇനി പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أوحينا إلى موسى أن نسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى വലഖദ് ഔഹൈന, തീർച്ചയായും ഞാൻ വഹി അറിയിച്ചു, ഇലാ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് നാം വഹി അറിയിച്ചു. എന്താണ് അറിയിച്ചത്? അൻ നസ്രി ബി ഇബാദി, എന്റെ അടിമകളുമായിട്ട് നിങ്ങൾ പുറപ്പെടണം. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. അതായത് ഫിർഔന് അവന്റെ വിഭാഗവും പരാജയത്തിന്റെ അടിത്തട്ടിലെത്തി. എല്ലാവർക്കും തിരിഞ്ഞു, ഇത് മൂസാ നബിയുടെ കയ്യിലാണ് സത്യമുള്ളത്, അതിനെ വിജയിക്കാൻ കഴിയും, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പിന്നീട് ഇവർ കായികമായിട്ട് നേരിടാനാണ് തീരുമാനിച്ചത്. വിശ്വാസികളെ മുഴുവൻ കടുകടുത്ത മർദ്ദനമേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, വിശ്വാസികളായ ജനങ്ങളുമായിട്ട് നിങ്ങൾ ഈ നാട് വിടൂ. അങ്ങനെ അവർ നാട് വിടാൻ വേണ്ടി തീരുമാനിച്ചു. അവര് 7 ലക്ഷത്തിലധികം ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന വിവരം അറിഞ്ഞപ്പോൾ ഫിർഔൻ മഹാരാജാവ് അവന്റെ നാട്ടിലെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്തിന്? ഇവർ പോകുന്നതിന് മുമ്പ് ഇവരെ നശിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവരെ പിന്തുടർന്നു. ആ സംഭവമാണ് പറയപ്പെടുന്നത്. എന്റെ അടിമകളുമായിട്ട് നിങ്ങൾ പുറപ്പെടണം. അങ്ങനെ ചെന്നിട്ട് ഇതാ നൈൽ നദിയുടെ വക്കത്തെത്തിയിരിക്കുന്നു. പിൻഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറ്റമില്ലാത്ത സേനയാണ് പിന്നിലുള്ളത്. അവരിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവരെ മുഴുവൻ നശിപ്പിക്കും. തൊട്ടു മുന്നിലോ നൈൽ നദിയാണ്, നിറഞ്ഞൊഴുകുന്ന നൈൽ നദി. ഇങ്ങനെ സമുദ്രത്തിന്റെയും പിശാചിന്റെയും മധ്യത്തിൽ എന്ന് പറഞ്ഞ പോലെ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ഫളിബ് ലഹും, ആ ജനങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ, ത്വരീഖൻ, ഒരു വഴിയെ, ഫിൽ ബഹരി, സമുദ്രത്തിൽ. ആ വഴി യബസൻ, ഉണങ്ങിയതായിരിക്കണം, നടക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു വഴി ഉണ്ടാക്കി കൊടുക്കൂ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി കൊണ്ട് ആ നിറഞ്ഞ ബഹറിൽ, ആ നദിയിൽ ആഞ്ഞടിച്ചു. അതോടുകൂടെ ഒരു നല്ല വഴി പ്രത്യക്ഷപ്പെട്ടു. ഈ ആളുകൾക്ക് മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുന്ന വഴിയായിരുന്നു. അതിലൂടെ ഒരു കാറ്റിങ്ങനെ ഒഴുകിയപ്പോൾ അവിടെ ഭൂമി അങ്ങോട്ട് ഉറപ്പിച്ചു.
നല്ല റോഡായി മാറിയിരിക്കുന്നു. യബസൻ, ഉണക്കമുള്ള. ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ദറക്കൻ, ഇവർ പിടികൂടുമെന്ന്. പിന്നിലുള്ള സേന വന്നിട്ട് ഇവരെ പിടികൂടും എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഖ്ഷ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന പേടി നിങ്ങൾക്ക് വേണ്ട. രണ്ട് പേടിയായിരുന്നല്ല ഉണ്ടായിരുന്നത്. മുന്നിലേക്ക് നീങ്ങിയാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന ഭയവും, പിന്നിലുള്ളവരെത്തിയാൽ ആ സേന ഇവരെ പിടികൂടി നശിപ്പിക്കുമെന്ന ഭയം. ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഈ നല്ല വഴിയിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്തിട്ട് എത്തേണ്ടടുത്ത് എത്താം. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അറിയിപ്പുണ്ടായി. അങ്ങനെ മൂസാ നബിയുടെ അനുയായികളും ആ വിശാലമായ വഴിയിലൂടെ അങ്ങനെ നടന്നു നീങ്ങുന്നു. ഈ വഴിയുടെ രണ്ട് ഭാഗത്ത് വലിയ മലകളെപ്പോലെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു. മുറിച്ചെടുക്കപ്പെട്ടതുപോലെ കൃത്യമായിട്ട് രണ്ട് ഭാഗത്തും വെള്ളത്തിന്റെ വലിയ ചുമരിങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഫിർഔനും അവന്റെ ആളുകളും വന്നു നോക്കിയപ്പോൾ ഇവരിങ്ങനെ നടന്നു നീങ്ങുന്നത് കണ്ടു. അതോ നല്ല വിശാലമായ വഴിയിലൂടെ. ഒട്ടും നോക്കി നിന്നില്ല. فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى فأتبعهم. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോടും തൻ്റെ അനുയായികളോടും തുടർത്തി ഫിർഔൻ തുടർത്തി ബിജുനൂദിഹി, തൻ്റെ സേനയെ തുടർത്തി. അവർ പോകുന്ന വഴിക്ക് എന്തിനാണ് നാം പോകാതിരിക്കുന്നത്? നാം അവരെ പിന്തുടരൂ, എന്നിട്ട് അവരെ നശിപ്പിക്കൂ. ഇത് ഉടനെ നടപ്പാക്കണമെന്ന തീരുമാനത്തോടുകൂടെ ഫിർഔൻ അവന്റെ സേനയെ മൂസാ നബിയോടും മൂസാ നബിയുടെ അനുയായികളോടും തുടർത്തി. ഇവരുടെ പിന്നിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ മൂസാ നബിയും തന്റെ ജനതയും അക്കരെ എത്തിയിരിക്കുന്നു. മുഴുവൻ ആളുകളും അപ്പുറത്ത് കയറി. ഇവരിങ്ങനെ പുറപ്പെട്ടു. ഏകദേശം മധ്യത്തിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് എത്തേണ്ട സ്ഥലത്തേക്കുള്ള ദൂരവും ഇവർ പുറപ്പെട്ട സ്ഥലവും രണ്ടും ഏകദേശം സമമാണ്. ഒത്ത മധ്യത്തിൽ ഇവർ എത്തിയിരിക്കുന്നു. ഇന്നേരത്തെ ഫഗശിയഹും, അവരെ മൂടി, മിനൽ യമ്മി, ആ വലിയ സമുദ്രത്തിൽ നിന്ന്, മാ ഗശിയഹും, അവരെ മൂടിയതൊക്കെ. എത്രയാണ് മൂടിയത് എന്ന് പറയാൻ കഴിയില്ല. രണ്ട് ഭാഗത്തും ആ ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിന്റെ വലിയ മതിലുകൾ അങ്ങോട്ട് വീണപ്പോൾ ഇവർ വെള്ളത്തിന്റെ എത്രയോ അടിയിലെത്തിയിരിക്കുന്നു. ഇനി ഒരു ശ്വാസം പിടിച്ചിട്ട് മേലോട്ട് എത്തിയാൽ തന്നെ ഒരുപാട് സമയമെടുക്കും. ഇവിടെ എത്തി ജീവിക്കാൻ കഴിയില്ല, അത്ര അടിയിൽപ്പെട്ടിരിക്കുന്നു. വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ്. ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും, ആ മഹത്തായ സമുദ്രത്തിൽ നിന്ന് അവരെ പൊതിഞ്ഞത്. മാ ഗശിയഹും എന്നേ പറയാം. പൊതിഞ്ഞതൊക്കെ പൊതിഞ്ഞു. അത്ര അടിയിലാണ് അവരുള്ളത്. ഫിർഔൻ ഒരു ആൺകുതിരയുടെ പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. മൂസാ നബിയും അനുയായികളും അക്കരെ പറ്റിയപ്പോൾ ഫിർഔനിന്റെ കുതിര പിന്മാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ശ്രമം നടത്തി. അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പെൺകുതിരയുമായിട്ട് വന്നിട്ട് അതിന്റെ മുന്നിൽ നിന്നു അതിനെ വശീകരിച്ചു. പെൺകുതിരയെ കണ്ട ആൺകുതിര അതിന്റെ അടുക്കിലേക്ക് നീങ്ങി. ഫിർഔൻ ഈ കാഴ്ച ഒന്നും കാണുന്നില്ല, കുതിര കണ്ടു. അങ്ങനെ അതാണ്ട് ഫിർഔന് നീങ്ങിയപ്പോൾ അവന്റെ അനുയായികളും ഒപ്പം നീങ്ങി. എല്ലാവരും വെള്ളത്തിന്റെ അടിയിൽപ്പെട്ടു. ഇപ്പോൾ ഉണ്ടായതെന്താണ്? അതിതാ, അളല്ല ഫിർഔന് പിഴപ്പിച്ചു ഖൗമഹു, തന്റെ ജനതയെ. ഇവരൊക്കെ പിഴക്കാനും ഇത്രയും വലിയ ദുരന്തത്തിൽപ്പെടാനും കാരണം ഈ ഫിർഔൻ എന്ന ദുഷ്ടനായ മനുഷ്യനാണ്. ഇപ്പോൾ അളല്ല ഫിർഔന് ഖൗമഹു, ഫിർഔൻ അവന്റെ ജനതയെ മുഴുവൻ വഴിപിഴപ്പിച്ചു. വമാ ഹദ, ഒരിക്കലും അവൻ നല്ല മാർഗത്തിലേക്ക് വഴി നടത്തിയില്ല. ഇവരെ പിഴപ്പിച്ചത്, ഇവരെ കുടുക്കിയത്, ഇവരെ ഇത്രയും വലിയ ആപത്തിൽ സംഭവിപ്പിച്ചത്, അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ഇവനാകുന്നു. അതവിടെ അവസാനിച്ചു. യാ ബനീ ഇസ്രാഈല ഖദ് അൻജയ്നാകും മിൻ അദുവ്വികും വവഅദ്നാകും ജാനിബത്തൂരിൽ അയ്മൻ വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. എന്നിട്ടോ അള്ളാഹു പറഞ്ഞതാണ്, ഇപ്പോൾ ഫിർഔൻ യുഗം അവസാനിച്ചിരിക്കുന്നു. ബനു ഇസ്രായേലിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി. യാ ബനി ഇസ്രായേല, ഓ ഇസ്രായേൽ സന്തതികളെ. ഇസ്രായേൽ എന്നുള്ളത് യാക്കൂബ് നബിയുടെ പേരാണ്. അപ്പൊ യാക്കൂബ് നബിയുടെ പരമ്പരയിലുള്ളവരാണ് ഇവര്. യാക്കൂബ് നബിയുടെ ഒരു മകൻ, ഇസ്ഹാഖ് നബിയുടെ ഒരു മകനാണ് യാക്കൂബ് നബി. മറ്റൊരു മകനായിരുന്നു ഐസ്.
ആ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായിട്ട് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഐസിന്റെ സന്തതികളാണ് ഖിബിത്തികൾ. ആ പരമ്പരയിലാണ് ഫിർഔനും അവന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. യാ ബനി ഇസ്രായേല, ഓ ഇസ്രായേൽ സന്തതികളെ, ഖദ് അഞ്ചൈനാക്കും, തീർച്ചയായും നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, മിൻ അദുബിക്കും, നിങ്ങളുടെ ശത്രുവിൽ നിന്ന്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, പ്രസ്ഥാന ശത്രുവായിരുന്നു ഫിർഔന്. എല്ലാ നിലക്കും നിങ്ങളുടെ ജനനത്തെ പോലും തടഞ്ഞിരുന്ന ശത്രുവാണ്, ജന്മശത്രുവായിരുന്നു. അവനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി അവനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. എന്നാൽ വാഅദ്നാക്കും, നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തു, ജാനിബത്തൂരി, തൂരിസീന പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് എത്താൻ, അൽ ഐമനാദിന്റെ വലതു ഭാഗത്തേക്ക് എത്താൻ കരാറ് ചെയ്തു. അവിടെ വെച്ച് നിങ്ങൾക്ക് ഞാൻ തൗറാത്ത് നൽകും, ആ തൗറാത്ത് അനുസരിച്ച് നിങ്ങൾ ജീവിതം നയിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരനുഗ്രഹം. അപ്പൊ ഫിർഔനിനെ, ഏറ്റവും വലിയ എതിരാളിയായ ഫിർഔനിനെയും അവന്റെ സേനയെയും നശിപ്പിച്ചത് ഒരനുഗ്രഹം. മറ്റൊന്ന്, തൂരിസീന പർവ്വതത്തിൽ എത്തിയിട്ട് നിങ്ങൾക്ക് തൗറാത്ത് കൈമാറാം എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചത്, അത് മറ്റൊരു അനുഗ്രഹം. ഇതിന്റെയും പുറമെ വനസ്സൽനാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഇറക്കിയാൽ മന്ന വസ്സൽവ, മന്ന് സെൽവ എന്നീ ഭക്ഷ്യപദാർത്ഥങ്ങളെ ഇറക്കി. അതൊരു പ്രത്യേക വിധത്തിലുള്ള തേനും പ്രത്യേക രൂപത്തിലുള്ള മാംസവുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ സമയത്ത് സുബഹി മുതൽ കുറെ സമയം അവർക്ക് ഒരു മേഘം വരും. ആ മേഘത്തിൽ നിന്ന് നല്ല മാംസവും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള തേനും നല്ല ഭക്ഷണം അത് അള്ളാഹു ഇറക്കി കൊടുത്തിരുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് ഇവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ഇവർക്ക് നൽകി. മന്ന് സെൽവ എന്ന് പറഞ്ഞാൽ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ മാംസവും, അത് രണ്ടും നൽകിയിരിക്കുന്നു. അധ്വാനമില്ലാത്ത ഭക്ഷണമായിരുന്നു. ഈ ഭക്ഷണം നൽകിയിട്ട് അള്ളാഹു പറഞ്ഞത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ. കുലൂ, നിങ്ങൾ ഭക്ഷിക്കൂ, മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഈ നല്ല ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കൂ. ആകാശഭാഗത്തിൽ നിന്ന് യാതൊരുവിധ അധ്വാനവും നിങ്ങൾക്കില്ലാതെ അള്ളാഹു ഇറക്കിത്തരുന്ന നല്ല ഭക്ഷണം കഴിക്കാനും രസമുണ്ട്, അനുവദനീയമായ ഭക്ഷണമാണ്. ആത്മീയമായിട്ടും ഇതിന്റെ പ്രകടമായ രൂപത്തിലും ഒക്കെ നല്ല ഭക്ഷണമാണ്. വലാത്ത ഫീഹി, ഇതിൽ നിങ്ങൾ പരിധി ലംഘിക്കാൻ പാടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ, ആ കാര്യം അതിന്റെ യഥാവിധി നടപ്പാക്കണം. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നിങ്ങൾക്ക് ഭക്ഷിക്കാം. നാളെ നിങ്ങൾക്ക് വേറെ വരും, അന്ന് നാളെ വേറെ ഭക്ഷിക്കാം, മറ്റന്നാൾ വേറെ വരും, ഭക്ഷിക്കാം. ഏതായിരുന്നാലും ശരി, ഇന്നത്തെ ഭക്ഷണം നാളേക്ക് വേണ്ടിയിട്ട് ആരും എടുത്തു വെക്കരുത്, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇത്രയും സൗകര്യം അവർക്ക് ചെയ്തിരുന്നു. ഇനി സൂക്ഷിച്ചു വെക്കലും എടുത്തു വെക്കലൊക്കെ വഞ്ചനയാണ്, പരിധി വിട്ടിട്ടുള്ള പ്രവർത്തനമാണ്. വലാ തത്വ ഫീഹി, നിങ്ങൾ പരിധി വിടാൻ പാടില്ല, പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നീങ്ങരുത്. അങ്ങനെ ചെയ്താലോ യഹില്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഇറങ്ങും, ഓലബി, എന്റെ ദേഷ്യം ഇറങ്ങും, എന്റെ ദേഷ്യത്തിന് അത് കാരണമായി തീരും. അതുകൊണ്ട് അത് ചെയ്യരുത്. എന്റെ ദേഷ്യം ഇറങ്ങിയാലോ, വമയ്യഹലിൽ അലൈഹി ഓലബി, എന്റെ ദേഷ്യം ഒരുത്തന്റെ മേൽ ഇറങ്ങിയാൽ ഫഖദ് ഹവ, അവൻ വീണത് തന്നെ അവന്റെ പരാജയമാണ്, അത് അവന്റെ അധോഗതിയാകുന്നു. അതുകൊണ്ട് അവന്റെ ആ വീഴ്ച അത് നരകത്തിലേക്കുള്ള വീഴ്ചയായിരിക്കും. സഖത്ത ഫിന്നാരി എന്നാണ് ഇവിടുത്തെ തഫ്സീർ. ഫഖദ് ഹവ എന്ന് പറഞ്ഞാൽ സഖത്ത ഫിന്നാരി എന്നാണ് ജലാലൈന്റെ തഫ്സീർ. അത് നരകത്തിലേക്കുള്ള പതനമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതിന്റെ അപ്പുറം ചെയ്യാൻ പാടില്ല, അള്ളാഹു പറഞ്ഞു. മാത്രമല്ല, وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. وإني, തീർച്ചയായും ഞാൻ, ലഗഫാറും, വളരെയേറെ പുറത്തു കൊടുക്കുന്നവനാകുന്നു, ലിമൻ താബ, തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവന് ഞാൻ വളരെയേറെ പുറത്തു കൊടുക്കും. അങ്ങനെ തെറ്റിൽ നിന്നൊക്കെ മടങ്ങിയവൻ ഇനി വേണ്ടതെന്താ, വാമന, അവൻ വിശ്വാസിയാവണം. ഇനി വിശ്വാസത്തിൽ തകരാറ് പറ്റില്ല. അമില സാലിഹൻ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും വേണം. സുന്നത്തും ഫറദുമായ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം. സുമ്മഹ്തദ, പിന്നെ ആ നല്ല മാർഗത്തിലായിട്ട് അവൻ തുടരുകയും ചെയ്തു. ഇങ്ങനെയുള്ളവർക്ക് അപ്പൊ തൗബ ചെയ്യണം, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം,
കർമ്മപരമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കണം. ആ നല്ല മാർഗത്തിൽ തുടരുകയും വേണം. ഇങ്ങനെ ചെയ്തവർക്ക് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ആ മഗ്ഫിറത്തിന്റെ അഹ്ലുകാരായിട്ട് നിങ്ങൾ ജീവിക്കണം. പറഞ്ഞതിന്റെ എതിര് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു ഉപദേശം അവർക്ക് ലഭിച്ചു. പറഞ്ഞു വന്നത് തൂരിസീന പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇവരുമായിട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുമായിട്ട് തന്നെ എല്ലാവരെയും കൂട്ടി ചെല്ലാനല്ല, ഇവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ചില പ്രത്യേകമായ ഉപാധികളും വെച്ചിരുന്നു. ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കണം, എല്ലാവരും നോമ്പനുഷ്ഠിക്കണം. അതിമഹത്തായ ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ആ തൗറാത്ത് എന്ന മഹത്തായ ഗ്രന്ഥം ഇവർക്ക് നൽകപ്പെടാൻ പോകുകയാണ്. അത് നിങ്ങൾ ഏറ്റുവാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ചില ഗുണവിശേഷണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഒരു മാസക്കാലത്തെ നോമ്പ്, അത് പിന്നീട് 40 നോമ്പായിട്ട് മാറുന്നുണ്ട്. ഫാത്മംനഹ ബിഅർബഈന എന്ന് പറയുന്നത് 40 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധരായിട്ട് അവിടെ എത്തണം. മൂസാ നബി അലൈഹി സ്വലാം തന്റെ കൗമിൽ നിന്ന് 70 ആളുകളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവരുമായിട്ട് യാത്ര ചെയ്തു. ബാക്കിയുള്ളവരോട് ഇവർക്ക് പിന്നിലായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഏറ്റവും ഉത്തമരായ മൂസാ നബി, അവർ നേതൃത്വം നൽകുന്ന ഒരു 70 അംഗ സംഘം, അവർക്ക് പിന്നിലായിട്ട് ബാക്കിയുള്ളവർ, അവർക്ക് നേതാവായിട്ട് ഹാറൂൻ നബി. ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മൂസാ നബിയും ഈ 70 ആളുകളും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പിന്നാലെ ബാക്കിയുള്ളവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചെത്തിയപ്പോൾ മൂസാ നബിക്ക് അള്ളാഹുവോടുള്ള ഇഷ്ക് സഹിക്കാൻ കഴിയുന്നില്ല. താനൊന്ന് വേഗത്തിൽ പോയി ഇവരോട് പറഞ്ഞു, ഞാനൊന്ന് വേഗത്തിലെത്താം, നിങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് വരൂ, അവിടെ ഞാൻ അവിടെ കാണും. അങ്ങനെ മൂസാ നബി വേഗത്തിൽ പോയി. എങ്ങോട്ട്? തൂരിസീന പർവ്വതത്തിലേക്ക്. സഹിക്കാൻ കഴിയുന്നില്ല, അള്ളാഹു തന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണല്ലോ. അപ്പൊ വേഗാണ്ട് എത്തണം, നിൽക്കാൻ കഴിയുന്നില്ല, വേഗത്തിൽ പോയി. അതാണ് ഇനി പറയാൻ പോകുന്നത്. വമാ അഅജലക അൻ ഖൗമിക യാ മൂസ ഖാല ഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ തൂരിസീനയിൽ എത്തിയിരിക്കുന്നു. ഇപ്പൊ ആരും ഒന്നിച്ചില്ല, താൻ മാത്രം. തന്റെ 70 ആളുകൾ പിന്നിൽ വരുന്നുണ്ട്, അധികം അകലെയല്ല. അള്ളാഹു ചോദിച്ചു, വമാ അഅജലക, നിങ്ങളെ ഇത്ര വേഗത്തിലാക്കിയ കാര്യമെന്ത്? അൻ കൗമിക്ക, നിങ്ങളുടെ കൗമിനെയും വിട്ട്, യാ മൂസാവോ മൂസ നബിയെ. മൂസാ നബിയെ കൗമിനൊക്കെ പിന്നിലാക്കിയിട്ട് നിങ്ങളിപ്പോ ഓടി വന്നല്ലോ. എന്താണ് ബാക്കിയുള്ളവരുടെ ഒപ്പം വരാതെ നിങ്ങൾ ഇങ്ങനെ ഓടി വരാൻ കാരണം? കാല, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹും ഉലായി അലാ അസരി, അവർ അധികം അകലെയല്ല, എന്റെ തൊട്ട് പിന്നാലെ അവർ വരുന്നുണ്ട്. വഅജിൽതു ഇലൈക, ഞാൻ നിന്നിലേക്ക് വേഗത്തിൽ വന്നു. റബ്ബി, എന്റെ പടച്ചവനെ, ലിതർള, നീ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട്. എന്നെ നീ ക്ഷണിച്ചതല്ലേ, അപ്പോ ക്ഷണിച്ചതിനേക്കാൾ 1 മിനിറ്റ് നേരത്തെ അവിടെ എത്തിയാൽ അതൊരു തൃപ്തിയല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ വന്നതാണ്. അവരിതാ എന്റെ തൊട്ട് പിന്നാലെ തന്നെ വരുന്നുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ഉത്തരം പറഞ്ഞു. യഥാർത്ഥത്തിൽ മൂസാ നബി ഈ കൗമിനോട് മെല്ലെ വരാൻ പറഞ്ഞ് പോന്നതിന് ശേഷം ഇവിടെ വലിയൊരു കാര്യം അരങ്ങേറിയിരുന്നു. അത് മൂസാ നബി അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അതിലേക്ക് ഇതാ അള്ളാഹു മൂസാ നബിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. قال فإنا قد فتنا قومك من بعدك وأضلهم السامري. قال, അള്ളാഹു പറഞ്ഞു, ഫഇന്ന, എന്നാൽ കേൾക്കണോ, തീർച്ചയായും ഞാൻ, ഖദ് ഫതന്ന ഖൗമക, നിന്റെ ജനതയെ ഞാൻ ഒരു പരീക്ഷണം നടത്തി, മിൻ ബഅദിക, നീ പിരിഞ്ഞതിന് ശേഷം. നീ ഇങ്ങോട്ട് പോന്നല്ലോ, അതിനുശേഷം അവരിൽ വലിയൊരു പരീക്ഷണഘട്ടം നടന്നിട്ടുണ്ട്. വഅളല്ലഹും, ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, വഅളല്ലഹും, അവരെ പിഴപ്പിച്ചു, സാമിരിയു, സാമിരി എന്ന മനുഷ്യൻ അവരെ പിഴപ്പിച്ചു. ബനു ഇസ്രായേലിൽ സാമിറത്ത് എന്നൊരു വംശജരുണ്ട്. ആ വംശത്തിൽ ഒരു മൂസയുണ്ടായിരുന്നു. അത് മൂസ എന്ന പേര് സ്വീകരിച്ച ഒരാളുണ്ടായിരുന്നു. ഫിർഔനിന്റെ ആ കശാപ്പ് കാലഘട്ടത്തിൽ ചില ഉമ്മമാരൊക്കെ അവരുടെ കുട്ടികളെ പ്രസവിച്ചാൽ വല്ല മാളത്തിലും പൊത്തിലൊക്കെ കൊണ്ടുപോയി വെക്കുന്ന പതിവുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കുട്ടി ജീവൻ രക്ഷപ്പെടുത്തട്ടെ എന്ന നിലയ്ക്ക്. അങ്ങനെ ആ മാളത്തിൽ ഈ കുഞ്ഞിനെ, മൂസ എന്ന ഈ കുട്ടിയെ, തന്റെ മാതാവ് ഒരു പൊത്തിൽ വെച്ചിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആ കുട്ടിയെ ആദ്യകാലത്ത് വളർത്തിയത്. അവന് പാല് കൊടുക്കാനും അവന്റെ ജീവിതത്തിൽ ആവശ്യമായ സുഖങ്ങളൊക്കെ നൽകാനും ജിബ്രീൽ
ഓരോ സമയത്തും എത്തിയിരുന്നു. അങ്ങനെ ഇവൻ അവിടെ കിടന്ന് ഇങ്ങനെ വളർന്നു, നല്ല ആരോഗ്യമുള്ളവനായി തീർന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വരവും പോക്കും ഒക്കെ ഇവൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ജിബ്രീൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ ജിബ്രീലിന്റെ മൃഗത്തിന്റെ കാൽപ്പാടുകൾ ജിബ്രീലിന്റെ മൃഗത്തിന്റെ കുളമ്പ് തട്ടുന്ന സ്ഥലത്ത് മണ്ണിനൊരു പ്രത്യേക അവസ്ഥ ഈ സാമിരി കണ്ടിരുന്നു. അതിങ്ങനെ തുള്ളുന്നതും അതിങ്ങനെ ഇളകുന്നതും താൻ കണ്ടു. ആ മണ്ണ് കുറച്ച് താൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ മൂസ, സാമിരി എന്ന മൂസ, അയാൾ അത് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ യാത്രയിൽ ഇയാളും ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ഈ മണ്ണും ഉണ്ടായിരുന്നു. മൂസാ നബി പോയതിന് ശേഷം ഇവൻ ജനങ്ങളെ വശീകരിച്ചു ഒരു പരീക്ഷണം നടത്തി. പറഞ്ഞു, മൂസാ നബിക്ക് അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് സ്വത്തുണ്ട്, നാം ഒക്കെ സ്വർണവുമായിട്ടാണ് നടക്കുന്നത്. അത് അതിന്റെ മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ബനു ഇസ്രായേലികൾ കിബിത്തികളിൽ നിന്ന് ആഭരണം വായ്പ വാങ്ങിയിരുന്നു. ഒരു വിവാഹ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് വാങ്ങിയിരുന്നു. അത് ബനു ഇസ്രായേലിന്റെ കയ്യിലുള്ള സമയത്താണ് ഫിർഔനിന്റെ ആളുകളൊക്കെ നശിച്ചത്. അപ്പൊ ആഭരണം ഇവരുടേതല്ല, യഥാർത്ഥത്തിൽ കിബിത്തികളുടേതാണ്. ആ ആഭരണത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് സാമിരി പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഈ ദുനിയാവുണ്ടായത് കൊണ്ടാണ് മൂസാ നബി ഇപ്പോൾ പോയിട്ട് അള്ളാഹുവിനെ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കുഴി കുഴിക്കാം, അതിൽ തീ കത്തിക്കും, നിങ്ങളുടെയൊക്കെ ആഭരണങ്ങൾ എൻ്റെ കയ്യിലുള്ളതും ഞാൻ അതിലിടും, നിങ്ങളും ഇടണം. അങ്ങനെ തീ കത്തിക്കുകയും ആ കുഴിയിലേക്ക്, തീക്കുണ്ടാരത്തിലേക്ക് സാമിരി അവന്റെ കയ്യിലുള്ള സ്വർണം ഇടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് എല്ലാവരും അവരുടെ സ്വർണം ഇട്ടു. അങ്ങനെ അയാൾ അതിനെ ഉരുക്കിയിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ തൻ്റെ കയ്യിലുള്ള അത്ഭുത മണ്ണ് നിക്ഷേപിച്ചിരുന്നു. അതൊരു പശുക്കുട്ടിയായിട്ട് രൂപം കൊള്ളുകയും അതിങ്ങനെ ശബ്ദിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ സാമിരി പറഞ്ഞു, ഇതാണ് നമ്മുടെ റബ്ബ്. ഈ റബ്ബിനെ തെരഞ്ഞുകൊണ്ടാണ് മൂസ അങ്ങോട്ട് പോയത്. പക്ഷേ റബ്ബ് ഇങ്ങോട്ട് വന്നു, അത് മൂസ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാ സംഭവം. ഇത് കേട്ടപ്പോ ആ ജനങ്ങള്, സാധു ജനങ്ങളല്ലേ, അതിൽ കുടുങ്ങി. അതാണ് ഈ പറഞ്ഞത്, നിങ്ങൾ പോന്നതിന് ശേഷമായിട്ട് നിങ്ങളുടെ കൗമിനെ, ജനതയെ ഞാൻ ഒരു പരീക്ഷണം നടത്തിയത് ഒരു വല്ലാത്ത പരീക്ഷണമായിരുന്നു. അങ്ങനെ സാമിരി അവരെ മുഴുവൻ വഴിതെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് എത്താത്തത്. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു. ഇത് കേട്ടാൽ എന്താണ് അവസ്ഥ? ഇത് കേട്ടാല് മൂസാ നബി അലൈഹി സ്വലാം ഇതുവരെ അധ്വാനിച്ചതൊക്കെ നഷ്ടപ്പെട്ടെന്ന് ആർക്കും തോന്നുമല്ലോ. فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. فرجع موسى, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം മടങ്ങി, ഇലാ കൗമിഹി, തന്റെ ജനതയിലേക്ക് മടങ്ങി, ഗളുബാന, ദേഷ്യം പിടിച്ചവരായിട്ട് മടങ്ങി. അതിശക്തമായ ദേഷ്യം വരില്ലേ? കാരണം ഇതുവരെ താൻ എല്ലാവിധ സഹായവും ചെയ്തിട്ട് അവരുടെ കാര്യം തന്നെ ശ്രദ്ധിച്ചിട്ട് അവരെ കൊണ്ടുവന്നു, ഈ നൈൽ നദിയിലെ ഈ വലിയ ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവർ ചെയ്തത് അള്ളാഹുവിന് നേരെ വിരുദ്ധമായ കാര്യമല്ലേ ചെയ്തത്. മൂസാ നബിക്ക് ദേഷ്യം വന്നു. മൂസാ നബി തൗറാത്തുമായിട്ടാണ് വരുന്നത്. ഗളുബാന, ദേഷ്യം പിടിച്ചവരായിട്ട് മൂസാ നബി മടങ്ങിയെത്തി. അസിഫൻ, അതിശക്തമായ ദുഃഖവുമുണ്ട്, ദേഷ്യവുമുണ്ട്, ദുഃഖവുമുണ്ട്. അസിഫൻ എന്ന് പറഞ്ഞാൽ ശദീദൽ ഹുസ്നി എന്നർത്ഥം, അതിശക്തമായ ദുഃഖവുമുണ്ട്. ഖാല, എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ കൗമി, എന്റെ ജനങ്ങളെ, അലം യഅദുക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരാറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? വഅദൻ ഹസനൻ, മെച്ചപ്പെട്ടതായ ഒരു കരാറിനെ, നാം തൂരിസീനയിൽ എത്തണമെന്നും അവിടെ വെച്ച് നിങ്ങളുടെ ഒക്കെ സമക്ഷത്തിങ്ങൾ വെച്ച് തൗറാത്ത് നൽകാമെന്നും പറഞ്ഞത് ഓർമ്മയില്ലേ? അഫത്താല അലൈക്കുമുല്ലഹദു, തൊട്ടടുത്ത സമയത്തല്ലേ ഈ കരാറൊക്കെ നടന്നത്. അഫത്താല, ദീർഘിച്ചുവോ, അലൈക്കും, നിങ്ങളുടെ മേല്, അൽ അഹദു, സമയം, ഞാൻ നിങ്ങളോട് ഇപ്പണ്ട് വിട്ടുപിരിഞ്ഞിട്ടില്ലല്ലോ, അതിലിടക്ക് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ നിങ്ങൾക്ക് പറ്റിയോ? മറത്തും, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചതാണോ, യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും, നിങ്ങളുടെ മേൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ദേഷ്യം, അവന്റെ കോപം ഇറങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശിർക്ക്, കുഫർ, സുജൂദ് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തതാണല്ലോ കണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ ഗളബ്, ദേഷ്യം നിങ്ങളുടെ മേൽ ഇറങ്ങണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചതാണോ സംഭവം?
അങ്ങനെ അഖലഫ്തും നിങ്ങൾ ലംഘിച്ചതാണോ മൗഇദി ഞാനുമായിട്ട് ചെയ്ത കരാറിനെ നിങ്ങൾ ലംഘിച്ചതാണോ? എന്താണെങ്കിലും പറയൂ. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري. قالوا അപ്പോൾ അവർ പറഞ്ഞു, മാ അഖ്ലഫ്ന മൂസാ നബിയെ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല, മൗഇദക്ക നിങ്ങളുമായിട്ട് ചെയ്ത കരാറിനെ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല, ബി മൽക്കിന ഞങ്ങളുടെ കഴിവ് കൊണ്ട് ലംഘിച്ചതല്ല, ഞങ്ങൾ അത് വേണമെന്ന് വിചാരിച്ച് ലംഘിച്ചതല്ല, ഞങ്ങൾ അതിലണ്ട് വശീകരിക്കപ്പെട്ടതാണ്, നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല. വലാക്കിന്ന ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഹുമ്മിൽന ഞങ്ങൾക്ക് ചുമത്തപ്പെട്ടിരുന്നു, ഔസാറൻ ഭാരങ്ങളെ, മിൻ സീനത്തിൽ ഖൗമി ഫിർഔനിന്റെ ജനതയുടെ ആഭരണങ്ങളിൽ നിന്ന്. അപ്പൊ ഫിർഔൻ കുടുംബത്തിലെ ആഭരണങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങൾ അതും താങ്ങിപ്പിടിച്ചിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ വന്നിട്ട് അത് ഞങ്ങൾ ബനു ഇസ്രായേലിൽ നിന്ന് വായ്പ വാങ്ങിയതാണ്, ഒരു കല്യാണ ആവശ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ സാമിരി ഞങ്ങളോട് പറഞ്ഞു അതിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ. ഫഖദഫ്നാഹ അങ്ങനെ ഞങ്ങൾ അതിനെ ആ പറഞ്ഞതുപോലെ ഇട്ടു. ഫകദാലിക അൽഖ സാമിരി ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ലീഡറായ സാമിരിയും ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ ചിലതൊക്കെ സംഭവിച്ചു. ഇതൊന്നും ഞങ്ങൾ കരുതി കൂട്ടി ചെയ്തതല്ല, ഞങ്ങൾ അതിലാണ്ട് വശീകരിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളിൽ നിന്ന് സംഭവിച്ചതാകുന്നു. ചുരുക്കത്തിൽ അവരുടെ നിരപരാധിത്വം അവർ മൂസാ നബിയോട് പറഞ്ഞു. അപ്പോ ഈ പറയപ്പെട്ട ദുരന്തത്തിന്റെ ഒക്കെ മുഴുവൻ കാരണക്കാരൻ ഈ സാമിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദുഷ്ടനായ മൂസയായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളി ഇപ്പോൾ സാമിരി എന്ന മൂസയാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട്. അർഹമുറാഹിമായ അള്ളാഹു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.